ജെൻസി കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളുമായി സംവദിക്കാൻ RSS മേധാവി മോഹൻ ഭാഗവത്. മുംബൈയിലെ അംബാനി സെന്ററിൽ 2000-ലധികം വിദ്യാർത്ഥികളെ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്യും. 100 നഗരത്തിൽ നിന്നുള്ള 15-നും 19-നും ഇടയിൽ പ്രായമുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. ഒരു സമരം മുന്നിലുണ്ട്. അതുണ്ടാക്കിയ ആഘാതം അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഇമ്പാക്ട് എത്രത്തോളമാണെന്ന് കണ്ടതാണ്. അന്ന് RSS ഇടപെട്ടത് കണ്ടതാണ്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണോ? ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ജെൻസി പ്രതിഷേധം വലിയ തോതിൽ RSSന്റെ കോട്ടകളെ കൂടി ഇളക്കം തെറ്റിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്ക് വലിയ നഷ്ടമുണ്ടാക്കി എന്ന വിലയിരുത്തൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ എടുക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ RSS അധ്യക്ഷൻ, RSS മേധാവി ഇപ്പോൾ ജെൻസികളുമായി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുംബൈയിലെ അംബാനി സെന്ററിൽ 2000-ലധികം വിദ്യാർത്ഥികളെ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നടക്കാനിരിക്കുന്ന പരിപാടി. 100 നഗരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 15-നും 19-നും ഇടയിൽ പ്രായമുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നതാണ്. ജെൻസി പ്രതിഷേധം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അവരുമായി തർക്കിക്കാൻ നിൽക്കരുത്, അവരെ കേൾക്കണം, കുട്ടികളെ കേൾക്കുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു നിലപാട് മോഹൻ ഭാഗവത് എടുത്തത് നിർണായകമായിരുന്നു. മാത്രമല്ല RSSന് കൂടി പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് പോയത് മോഹൻ ഭാഗവതിൻ്റെയൊക്കെ നിലപാടിൽ നിർണായകമായിരുന്നു എന്ന കാര്യവും പുറത്തു വന്നിരുന്നു. ഏതായാലും ജെൻസിക്കൊപ്പമാണ് RSS എന്ന നിലയിലുള്ളൊരു പ്രതീകം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാകും ഈ പരിപാടിയെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇന്ന് മുംബൈയിലാണ് പരിപാടി നടക്കുന്നത്. 2000-ലധികം വിദ്യാർത്ഥികളെയാണ് മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, വ്യക്തമാണ്. ജെൻസി കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളുമായി സംവദിക്കാനാണ് RSS മേധാവി മോഹൻ ഭാഗവത് ഒരുങ്ങുന്നത്. അതിൽ പലരോടാണ് വിശദാംശങ്ങൾ നൽകിയത്.